ഇവിടുത്തെ LGBTQI കമ്മ്യൂണിറ്റിയുടെ ശബ്ദം എന്നൊക്കെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുവന്റെ തനി രൂപം വെളിയിൽ വിടാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് മെസ്സേജുകൾ ഞാൻ പ്രദർശിപ്പിക്കാം. ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഭിഷേക് കെ ജയദീപിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കുറച്ചു മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അഭിഷേക് ജയദീപിനെ പറ്റിയിട്ട് ഒരു പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിരിക്കുന്നതാണ്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ സൈറ്റിൽ കൊടുത്തിരിക്കാം. എന്തായാലും സംഭവം എന്ന് പറയുന്നത് ഒരു കമന്റ് ബോക്സിൽ എന്തോ ചീത്ത വിളിച്ചതിന്റെ പേരിൽ അഭിഷേക് ജയദീപ് ആ പുള്ളിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് പൂരത്തെറി വിളിക്കുകയും പിന്നെ ആ പയ്യന്റെ അമ്മയുടെ മെങ്ങടയും കണ്ട് ഫോട്ടോ ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ട് പച്ചത്തെറി വിളിക്കുകയും അങ്ങനെയുള്ള പരിപാടി തന്നെയാണ്. എന്തായാലും കുറെ നാൾക്ക് മുന്നേ കൊറിയൻ മല്ലുവായിട്ടുള്ള ഒരു കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുപോലെ തന്നെയായിരുന്നു കൊറിയൻ മല്ലുവിന്റെ മകനെ കണ്ട് ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഭയങ്കര കോൺട്രവേഴ്സി ഇങ്ങനെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നടന്നതാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ LGBTQI കമ്മ്യൂണിറ്റിയുടെ ശബ്ദം എന്നൊക്കെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുവന്റെ തനി രൂപം വെളിയിൽ വിടാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് മെസ്സേജുകൾ ഞാൻ പ്രദർശിപ്പിക്കാം. ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ വേഗം പറഞ്ഞു പോകും, കാരണം 1.5 മിനിറ്റിൽ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉള്ളത് കൊണ്ട്. അപ്പോ കഴിഞ്ഞ സീസൺ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ടുള്ള അഭിഷേക് ജയദീപ് ഒരു വ്യക്തിക്ക് അയച്ച മെസ്സേജുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു കമന്റ് ബോക്സിൽ ആരംഭിച്ച ചർച്ച, മറ്റാരുടെയോ കമന്റ് ബോക്സിൽ ആരംഭിച്ച ചർച്ച അത് ഇൻബോക്സിലേക്ക് നീക്കുകയും ആ ഇൻബോക്സിൽ അവിടെ കമന്റ് ഇട്ട ആ യുവാവിനെ ഏറ്റവും മോശമായിട്ട് അവനെ, അവന്റെ മാതാവിനെ, അവന്റെ കാമുകിയോ പെൺ സുഹൃത്തോ ആരാണെന്ന് എനിക്കറിയില്ല, ആ സുഹൃത്തിന്റെ ചിത്രമടക്കം വെച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ട് അവഹേളിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ സീസൺ ബിഗ് ബോസിൽ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, കെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. കെ മുഖാന്തരം അല്ലെങ്കിൽ കെ മൂലം ഒരു വാക്ക് അഭിഷേക് ശ്രീകുമാർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോ ആ വാക്ക് പച്ചയ്ക്ക്, ഇവരെ വിളിച്ചാൽ ഇവർക്ക് സഹിക്കാത്ത ആ വാക്ക് പച്ചയ്ക്ക് ആ യുവാവിനെ വിളിച്ചിരിക്കുകയാണ് ഈ അഭിഷേക് ജയദീപ് എന്ന് പറയുന്നത്. നീ നിന്റെ മാതാവിനെ വിറ്റാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു, നീ നിന്റെ കാമുകിയെ വിറ്റാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇദ്ദേഹം പണ്ട് ഒരു കമന്റ് ബോക്സിൽ നടത്തിയ ചർച്ച വൈറലായതാണ്, ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു അപ്രോച്ചാണ് കാണിക്കുന്നത് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. വേറെ 1-2 കാര്യങ്ങളുമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. എവിടോ കമന്റ് ബോക്സിൽ എന്തോ ചീത്തവിളി ഞാൻ കണ്ടിട്ടതിന്റെ പേരിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തെറിവിളി നടന്നു. അപ്പോൾ അയച്ച കൂട്ടത്തിൽ ഈ പറയുന്ന വീട്ടുകാരെ ഉൾപ്പെടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ മോശമാണ്. കാര്യം ഈ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടുകാരെയൊക്കെ വെറുതെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ടല്ലോ, അത് വെറും നാറിയ പരിപാടിയാണ്. കാര്യം ഈ കൊറിയൻ മല്ലുവിന്റെ കേസിലും അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് ആ കൊച്ചിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചെന്നാണ് പറയുന്നത്. അതൊക്കെ വെറും തെണ്ടിത്തരമാണ്. അങ്ങനെ ഒന്നും സംസാരിക്കാതിരിക്കുക. കാര്യം തെറി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് ആ ഒരു തെറിവിളിയുടെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കണ്ടതാണ്. കാര്യം പ്രത്യേകിച്ച് എനിക്കൊന്ന് അമ്മയാണോ ഇനി പെങ്ങളാണോ ആരുടെയാണോ എന്ന് അറിയത്തില്ല, ഫോട്ടോ ബ്ലർ ചെയ്തിരിക്കുക. അയച്ചു കൊടുത്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പിന്നെ ഈ പറയുന്ന എല്ലാവരും വലിയ പുണ്യാളന്മാരൊന്നും അല്ല. ഈ കമന്റ് ബോക്സിൽ, പ്രത്യേകിച്ച് ഈ അഭിഷേകിന്റെ കമന്റ് ബോക്സിൽ ഈ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ആൾക്കാർ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതും അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്കും ബേസിക്കലി തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു വിഷയം അഭിഷേക് ശ്രീകുമാറിന്റെ പേജുമായിട്ടാണ് ഇത് ടാഗ് ചെയ്തിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഈ പരിപാടി? വെറുതെ ഇനി ഈ ഒരു സംഭവം പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ബിഗ് ബോസും കഴിഞ്ഞ് പശുവും ചത്ത് മൂല പുളിയും തീർന്നെന്ന് പറയാൻ നടക്കുന്നത് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു വിഷയം തൂങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഈ 2 അഭിഷേകന്മാരും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതിനകത്ത് ഈ കെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് അഭിഷേക് കെയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിനെ സംബന്ധിച്ച് കുറച്ച് വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി അതെന്താണെന്ന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എനിക്ക് അതിന് താല്പര്യവുമില്ല. ഓക്കെ, എന്തായാലും ഈ ബ്രോ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കറക്റ്റാണ്. ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിനകത്ത് റിയാക്ട് ചെയ്യുന്നില്ല? അവർക്ക് എന്തും വിളിച്ച് പറയാം എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് ശരിയുള്ള പരിപാടിയല്ല. ബാക്കിയുള്ളവൻ്റെ വീട്ടിലിരിക്കുക, അവരുടെ അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ എടുത്ത് വെച്ച് അയച്ചു കൊടുക്കുക, അതിനൊന്നും സത്യം പറഞ്ഞാൽ ഒരു അവകാശമില്ല. പ്രത്യേകിച്ച് അഭിഷേകിന്റെ അടുത്ത് പറയുവാണ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചീത്ത വിളിച്ചോ, പക്ഷെ വീട്ടിലിരിക്കുന്നവരുടെയും അവരുടെ ഫോട്ടോസും എടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര തെണ്ടിത്തരോ. ചിലപ്പം ഈ പയ്യൻ ചിലപ്പം കേട്ടോണ്ടിരിക്കുമായിരിക്കും, പക്ഷെ വേറെ ആരും അങ്ങനെ കേട്ടോണ്ടിരിക്കത്തില്ല. ഓക്കെ, എന്തായാലും അഭിഷേകിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പോയി നോക്കിയപ്പോൾ അഭിഷേക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വെറുതെ ഇരുന്ന എൻ്റെ വീഡിയോയിൽ വന്ന് തെറിയിട്ട് അതിന് നല്ല മറുപടി കൊടുത്തപ്പോൾ ഇൻബോക്സിൽ വന്ന് തെറി പറഞ്ഞ ഒരുത്തനെ നല്ല രീതിക്ക് തിരിച്ച് തെറിപ്പാട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കും. ഇങ്ങോട്ട് വന്ന് കൊട്ടാൻ ഇത് ചെണ്ടയല്ല. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് +100 പ്രതീക്ഷിച്ചോളൂ. പൂരപ്പാട്ട് ഓഡിയോ ഇട്ടപ്പോൾ തിരിച്ചും ഞാൻ പൂരത്തെറി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കരഞ്ഞൊരു പണിയും ഇല്ലാതെ കുറെ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് നടക്കുന്നു. ഐ ഡോണ്ട് കെയർ.
ഓക്കെ, എന്തായാലും ആ കമൻറ്റും പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റ് ഇട്ട പയ്യന് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ കാര്യമായിട്ട് ചോദിക്കും, ഇവനൊക്കെ എന്തിനാണ് പോയി അങ്ങോട്ട് പോയിരുന്ന് ബാക്കിയുള്ളവനെ തെറി വിളിക്കാനായിട്ട് പോകുന്നത്? എന്നിട്ട് അതൊരു വിഷയമാക്കാൻ അങ്ങോട്ട് പോയി ചൊറഞ്ഞതിൻ്റെ പേരിലാണ് തിരിച്ച് കിട്ടിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ഇരിക്കുന്നവരെ വിളിക്കുന്നത് കൊടുക്കുന്നതൊന്നും നമ്മൾ യോജിക്കുന്ന കാര്യമല്ല. പക്ഷെ വെറുതെ എന്തിനാണ് അങ്ങോട്ട് പോയി ചെറി ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് തെറി മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതിനകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും അടുത്തത് വായിക്കാം. പലരും ഇതുവരെ ബീൻ ബാഗിൽ നിന്ന് പുറത്ത് വന്നില്ല. ഷോ ഒക്കെ കഴിഞ്ഞ് നൗ ഗെറ്റ് എ ലൈഫ്. ഓക്കെ, അഭിഷേക് ശ്രീകുമാറിനെ പറ്റിയിട്ടാണ് ഈ ഒരു കാര്യം പറയണത്. അഭിഷേക് ഈ ഒരു വിഷയത്തിൽ പോസ്റ്റുകളെല്ലാം തകർത്ത് വെച്ചിടുന്നുണ്ട്. കാര്യം അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്തായാലും പറയുന്നത് ഈ ഒരു വിഷയം വിടുന്നതാണ് ബ്രോ നല്ലത്. കാര്യമായിട്ട് പറയുക, എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് കിടക്കുന്നത്? നിങ്ങൾ ചെന്ന സമയത്ത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഭയങ്കര ചർച്ചയായതാണ്. അന്ന് നിങ്ങളിൽ നിന്ന് ഷോയിൽ ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരുമെന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയാണ്. പക്ഷേ പ്രതീക്ഷകളുടെ അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അടുത്ത സ്റ്റോറി നോക്കാം. ഇതുപോലെ 10-15 വയസ്സുള്ള പിള്ളേർ ടോക്സിക് ആണെന്ന് കാണിക്കാൻ വന്ന് പൂരത്തെറി കമൻ്റ് ഇടുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ കൊടുക്കും. അത് കഴിഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, ഇനി ഇത് ഏറ്റുപിടിച്ച് മല്ലു മെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാം. ഇവനോട് കേട ഫുൾ ഫോം ചോദിച്ചതിനാണ് അഭിഷേക് ശ്രീകുമാറിനെ എല്ലാരും കൂടി തെറി വിളിച്ച് സാമൂഹ്യ വിരോധിയൊക്കെ ആക്കിയത്. എന്നിട്ട് ഇപ്പോ ഇവനെതിരെ ആരെങ്കിലും പ്രതികരിക്കുമോ നമുക്ക് നോക്കാം. എന്തായാലും ആ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ടൊന്നും വലിയ പ്രയോജനമില്ല. ഓരോരുത്തർ പഠിച്ചതല്ല ഓരോരുത്തർക്ക് പാടാൻ പറ്റും. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ദൈവത്തെ ഒരു വിടുന്നതാണ് നല്ലത്. എന്തായാലും ഇങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ആരായാലും അങ്ങോട്ട് തെറി വിളിക്കും. പക്ഷെ വീട്ടുകാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അയക്കുന്ന പരിപാടി നിർത്തുക. കാര്യം ഇതിപ്പോൾ എന്താ പറയേണ്ടത്, ഈ ഫെമിനിസ്റ്റുകളുടെ അടുത്താണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തെല്ലാം ബഹളങ്ങൾ ഇവിടെ നടന്നേനെ. അതും കൂടി ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചൊറിഞ്ഞിട്ട് ആവശ്യമില്ലാതെ സ്വന്തമായിട്ട് പല്ലേ കുത്തി നാട്ടിക്കുന്ന പരിപാടിയാണ് എന്തായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.